മനുഷ്യർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് സഹനം. ഈ സഹനം ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. അല്ല, ജീവജാലങ്ങളെല്ലാം ഒന്നടങ്കം ഈ സഹനത്തിന് വിധേയരാണ്. എന്നാൽ മനുഷ്യർക്ക് ഈ സഹനം ആത്മീയ ജീവിതത്തിൽ വളരെയധികം അമൂല്യമായ ഒരു സമ്പത്ത് തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് മനുഷ്യർ സഹനങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനും ഒഴിവാക്കാനുമാണ് എല്ലാവരും ശ്രമിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ നമ്മൾ ഈ സഹനം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹനത്തെ നമ്മൾ ഒഴിവാക്കുകയില്ല. സഹനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം തോന്നുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയില്ലെന്നോ ദുഃഖമില്ലെന്നോ ഒന്നുമല്ല, സഹനത്തെക്കുറിച്ചുള്ള ഭയം നമ്മളെ ഇങ്ങനെ വേട്ടയാടുകയില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ സഹനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ സജീവമായ സാന്നിധ്യമാണ് സഹനം. അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സഹിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് എപ്പോഴും ഈശോയുണ്ട്. അത് എങ്ങനെയാണ് ആ മനുഷ്യൻ കാണുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോ നമ്മിൽ പ്രവർത്തിക്കുന്നത്. പൊതുവേ മനുഷ്യർ സഹനത്തെ ശിക്ഷയായിട്ടാണ് കാണുന്നത്. സഹനത്തിന് പല ആത്മീയ വശങ്ങളുണ്ട്. ഒന്ന്, ഇത് ശിക്ഷണമാണ്. മറ്റൊന്ന്, ഇതൊരു പരിശീലനമാണ്. വേറൊന്ന്, നമ്മളെ വിശുദ്ധിയിലേക്കുള്ള വിളിയും കൂടിയാണ്. അപ്പോൾ സഹനത്തിന് ശിക്ഷയുടെ അല്ലെങ്കിൽ ശിക്ഷണത്തിൻ്റെ ഒരു തലമുണ്ട്, തീർച്ചയായും ഉണ്ട്. അത് പൊതുവെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഇത് ഒരു ശിക്ഷണം പോലെ നമുക്ക് തോന്നും. എന്തോരം പ്രാർത്ഥിച്ചാലും അങ്ങോട്ട് സഹനങ്ങൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി മാത്രമാണ്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം മുൻകാല ജീവിതത്തിലുണ്ടായ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന അതിനൊക്കെ ഉള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ തെറ്റുകൾക്കൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള സഹനങ്ങൾ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ തെറ്റുകളുടെ കാഠിന്യം കുറയുകയും അല്ലെങ്കിൽ മരണാനന്തരം നമ്മൾ കടന്നു പോകേണ്ട ശിക്ഷയിൽ നിന്നൊക്കെ ഒത്തിരി ഇളവ് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളെ പരിശീലിപ്പിക്കലാണ്. അതായത് ആത്മീയ ജീവിതത്തിൽ വലിയൊരു പരിശീലനം ഈശോ നൽകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ UK അല്ലെങ്കിൽ IELTS ഒക്കെ പഠിക്കണം. ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് പ്രത്യേകം ഭാഷ പഠിക്കണം, അവരുടെ സംസ്കാരങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക ലൈഫ് സ്റ്റൈല് എങ്ങനെയാണ് മറ്റുള്ളവർ ഇടപഴകേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൾച്ചറലായിട്ടൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. എങ്കിൽ മാത്രമേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു മാന്യനായ വ്യക്തിയായിട്ട് ആ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവിടുന്ന് ട്രെയിനിങ് തരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ സഹനങ്ങളിലൂടെ നമുക്ക് ഒരു ട്രെയിനിങ് തരുന്നുണ്ട് ഈശോ. മരണാനന്തരം സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് അവിടെ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ദൂതന്മാരോട് അല്ലെങ്കിൽ അവിടെയുള്ളവരോടൊക്കെ പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പരിശീലനമാണ് സത്യത്തിൽ സഹനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് പരിശീലനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരു വ്യക്തി വേദനിപ്പിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും വേദനിക്കുന്നു, കരയുന്നു, നമ്മൾ കരയും, അല്ലെങ്കിൽ നമ്മളതിന് വിഷമിച്ച് വളരെ ദുഃഖവും വേദനയും സങ്കടമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പിന്നീട് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം നമുക്കിങ്ങനെ ഒരു അനുഭവം കടന്നു പോയതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ മൂലം ഇതുപോലെ ഒരു വേദനയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും.
ഇതൊരു പരിശീലനമാണ്, ഇതൊരു ആത്മീയ പരിശീലനമാണ്. അത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ്. അതുപോലെ തന്നെ സഹനത്തിൻ്റെ വേറൊരു കാര്യം വിശുദ്ധിയിലേക്കുള്ള പരിശീലനം. അതായത് സഹനങ്ങളുള്ള മനുഷ്യനെ പാപത്തിൽ ഉൾപ്പെടാതെ സഹനം സംരക്ഷിക്കും. ഉദാഹരണം, ഈ ഉദാഹരണമാണ്. ഒരു മദ്യം കഴിക്കുന്ന മനുഷ്യൻ രോഗങ്ങൾ മൂലം വലയുമ്പോൾ പിന്നീട് മദ്യം കഴിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയില്ല. കാരണം എങ്ങനെയെങ്കിലും ആ മദ്യപാനം അവൻ മാറ്റിവെക്കും, അല്ലെങ്കിൽ മദ്യപിക്കാനുള്ള അവസരങ്ങളുണ്ടായാലും അവൻ അതിൽ നിന്ന് മാറി നിൽക്കും. ഇത് വിശുദ്ധിയിലേക്കുള്ള ഒരു പരിശീലനമാണ്. പിന്നെ ഇത് ഈശോയുടെ വലിയ സജീവ സാന്നിധ്യമാണ് എന്ന് പറയാൻ കാരണം, പ്രാർത്ഥനാപൂർവം ഈശോയോട് ചേർന്ന് നിന്ന് സഹിക്കുന്ന മനുഷ്യരെ അവർക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് വേദന ഉളവാകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് ഉടൻ തന്നെ അതിനനുസരിച്ചുള്ള ഒരു തിരിച്ചടി കിട്ടുന്നത് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ തിരിച്ചടികളുണ്ടാകുന്നത്? ഈശോയുടെ സജീവമായ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണത്. മറ്റ് വ്യക്തി അതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്ത വ്യക്തി പിന്നീട് പശ്ചാത്തപിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മൂല്യങ്ങൾ, ഒത്തിരി നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അമൂല്യമായിട്ടുള്ള ആത്മീയ മൂല്യങ്ങൾ, കാര്യങ്ങൾ ഈ സഹനത്തിലൂടെ മനുഷ്യർക്ക് ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ സജീവ സാന്നിധ്യമാണ്. അതായത് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം തന്നെയാണ് സഹനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാതെ, അതിനെ ശപിക്കാതെ ഈശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ തലമുറകൾക്കെല്ലാം നമ്മുടെ ഈ സഹനം വിശുദ്ധീകരണത്തിനും ആത്മീയ രക്ഷയ്ക്കും കാരണമാകും.